ശങ്കർ ഡയറക്ഷൻ ചെയ്ത് രാംചരൺ അഭിനയിച്ച ഗെയിം ചേഞ്ചർ എന്ന സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പോളിറ്റിക്സിലുള്ള കറപ്ഷനൊക്കെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഇത്. സോ രാംചരൺ പോളിറ്റീഷ്യൻസിനൊക്കെ എതിർക്കുന്ന ഒരു സിൻസിയർ ആയിട്ടുള്ള IAS ഓഫീസർ ആണ്. ആൻഡ് SJ സൂര്യ ആണ് വില്ലൻ. ഞാൻ പറയേണ്ട കാര്യമില്ല, SJ സൂര്യ എപ്പോഴും പോലെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ കുറിച്ച് ഇപ്പൊ ഞാൻ എന്താ പറയാ, ബേസിക്കലി ഒന്നും തന്നെ ഈ സിനിമയിൽ വർക്ക്ഔട്ട് ആയിട്ടില്ല. ഓരോ സോങ്സിനും 60-70 കോടിയൊക്കെ ചെലവ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത് എന്നൊക്കെയാ പറയുന്നത്. അത് കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ട് അത്രയും ചെലവ് ചെയ്തിട്ടാണ് സോങ്സ് ഒക്കെ എടുത്തിരിക്കുന്നതെന്ന്. ബട്ട് സോങ്സ് കാണാൻ മാത്രമല്ലല്ലോ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നത്. സിനിമ അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് ഇരിക്കണ്ടേ? ഡയറക്ടർ കാർത്തിക് സുബ്രാജിന്റെയാണ് ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഒരു ചെറിയ സംശയം തോന്നിയതാണ്. കാരണം പുള്ളി തന്നെ അത്യാവശ്യം വലിയ ഡയറക്ടറാ. അപ്പൊ നല്ല സ്റ്റോറി ആണെങ്കിൽ പുള്ളി തന്നെ ചെയ്യില്ലേ? എന്തിനാ ശങ്കറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? പിന്നെ ഇന്റർവെൽ വരെ ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ഇന്റർവെലിന് ശേഷം എന്റെ പൊന്നോ ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫിൽ ഹീറോ ഇലക്ഷൻ കമ്മീഷണർ ആവും, പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. സോ ഓവറോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഡയറക്ടർ ശങ്കർ ഈ സിനിമ ഇൻസ്റ്റാഗ്രാം റീൽസ് പോലെ ഇരിക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. ബട്ട് അത് കുഴപ്പമില്ലല്ലോ എന്നാ ഞാൻ വിചാരിച്ചത്. ബട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, നമ്മൾ ഈ റീൽസ് കാണുമ്പോൾ കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ ചില റീൽസ് ഒക്കെ 2-3 സെക്കൻഡിൽ തന്നെ സ്ക്രോൾ ചെയ്ത് വിടത്തില്ലേ? ആ റീൽസിനൊക്കെ കൊളാബ് ചെയ്ത് എടുത്തപ്പോഴുണ്ട് ഈ സിനിമ. I'm unpredictable.